ഇന്റെ കൂടെ ഞാൻ ഒറ്റക്കൊന്നുമല്ല. ഇന്റെ ഈ വീഡിയോ പുറത്ത് വന്നതിന് ശേഷം ഇന്റെ അടുത്തേക്ക് 4 സ്ത്രീകൾ വന്നിട്ടുണ്ട്. ആ 4 സ്ത്രീകൾ തെളിവടക്കാൻ വന്നിട്ടുള്ളത്. അവരെ തെളിവ് നിങ്ങൾക്ക് മീഡിയക്കാർക്ക് കാണിച്ചു തരാൻ പറ്റാത്ത തെളിവുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഞാൻ കാണിക്കും. ആറ്റക്കോയ തങ്ങൾക്കെതിരെ തെളിവുകൾ നിരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് വിശ്വസിക്കുമോ? എനിക്ക് ചോദിക്കാൻ ഒന്നേ ഉള്ളൂ. നിങ്ങൾ ആറ്റക്കോയ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെയാണോ വിശ്വസിക്കുന്നത്? ഈ മതത്തിന്റെ മൂല്യങ്ങളെയാണോ വിശ്വസിക്കുന്നത്? ഇത് മാത്രം ചോദിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ കൃത്യമായ തെളിവുകൾ ഓരോന്നായിട്ട് ഞാൻ ഇട്ട് വെക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വേറൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. അത് ചോദിച്ചതിന് ശേഷം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. നിങ്ങളുടെ മനസ്സിനകത്ത് ആറ്റക്കോയ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനാണ് ശരി എന്ന് ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ശരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാണിക്കുന്നതൊക്കെ തെറ്റാണെന്ന് തന്നെയാണ് നിങ്ങൾക്ക് തോന്നുക. അതുകൊണ്ട് അത് മാറ്റിവെച്ച് നിഷ്പക്ഷ നിലപാട് എടുത്തുകൊണ്ട് എന്നെ പോലെ ആ ഒരു വീഡിയോ അത് കാണൂ. ഓക്കെ, നമുക്ക് അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് കൃത്യമായ മറുപടി താത്ത കൊടുക്കുന്നുണ്ട്, കേൾക്കാം. ഇല്ല, ഈ താത്തോട് വന്ന എനിക്ക് ഓർമ്മയില്ലേ, ഞാൻ അറിയില്ലേ. ഈ താത്താണ് ഞാൻ കാണുന്നത് ഈ വീഡിയോ വന്ന ശേഷമാണ്. ഓക്കെ, ഈ തങ്ങൾക്ക് ഈ ഒരു സ്ത്രീയെ അറിയത്ത് പോലുമില്ല, മറുനാടനിലെ ഇന്റർവ്യൂ കണ്ടിട്ടാണ് മനസ്സിലായത് എന്നാണ് പറയുന്നത്. ഇനി താത്ത തെളിവ് വെക്കും. അയാൾക്ക് ഇന്നറിയില്ലെന്നല്ലേ പറഞ്ഞത്? ഇന്നറിയില്ലല്ലോ അയാൾക്ക്. അയാള് സംസാരിച്ച വോയിസുകളും അയാള് എനിക്ക് ചാറ്റ് ചെയ്തതും എന്റെ ഫോണിൽ ഇന്ന് എല്ലാം ഉണ്ട്. അത് 8 മാസത്തോളമായിട്ട് അയാൾ ഇന്നേറ്റ് ചാറ്റ് ചെയ്യുന്നുണ്ട്, ഇന്നേറ്റ് സംസാരിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാ പറഞ്ഞെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ മീഡിയക്ക് തരാം. എന്റെ ഫോണിൽ ഇപ്പം വേണമെങ്കിൽ ഇപ്പൊ കാണിച്ചു തരാം. 8 മാസത്തോളം ചാറ്റ് ചെയ്ത ഒരു മനുഷ്യനാണ്. അപ്പോൾ അറിയില്ല എന്ന് പറയുന്ന ആ ഒരു വാക്ക് അത് നുണയാണ്. കൃത്യമായ തെളിവ് വാട്സപ്പിലെ സ്ക്രീൻഷോട്ട്, അതിന്റെ വോയിസ് എല്ലാം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തത്. മുതലുണ്ടാക്കൽ നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ താത്ത ഈ 6666 രൂപ താത്ത തന്ന് താത്ത തെളിയിക്കണ്ടേ? ഓക്കെ, അങ്ങനെ 6000 ചില്ലറ രൂപ താത്ത തന്നിട്ടുണ്ടെങ്കിൽ തെളിയിക്കണ്ടേ? ഇനി ഒരു വോയിസ് കേൾക്കും. തങ്ങളുപ്പ കേട്ടോളെ. ഇതിന് നേരമുണ്ടോ? ഒപ്പം എന്റെ ഒരു വോയിസ് കേൾക്കാൻ നിങ്ങൾക്ക് നേരമില്ലെങ്കിൽ ഇതിന് നേരമുണ്ടോ ചോദിച്ചു. അല്ല, നിങ്ങൾക്ക് എന്റെ അടുത്ത് ഇവിടെ ഇങ്ങനെ വന്നിട്ട് എന്തെങ്കിലും പൈസ നിങ്ങൾക്ക് വിഷമങ്ങൾ വന്നിട്ട് നിങ്ങളെ പൈസ നമ്മൾ തരും. ഒരു പരിചയവും ഇല്ലാത്ത ഒരു താത്ത ആദ്യമായിട്ട് മറുനാടലിലൂടെ കാണുന്നു. അതുകൂടാതെ ഒരു ഉറുപ്പ്യ ഞാൻ ആരെ ഇന്ന് വാങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ തരണ്ടെങ്കിൽ ഞാൻ തിരിച്ചു തരാം. അത് പ്രശ്നമുണ്ടാക്കുന്ന ആളുകളോട് പറയാനുള്ള വാക്കാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താ നോക്കാം. താത്താക്ക് എന്റെ പേഴ്സണൽ നമ്പർ കൊടുത്തിട്ട് ഞാൻ ഫോൺ ഉപയോഗിക്കുന്നില്ല. ഞാൻ എന്റെ പണിക്കാർ ഉപയോഗിക്കുന്ന ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ താത്ത തെളിയിക്കണ്ടേ ഞാൻ പേഴ്സണൽ നമ്പർ കൊടുത്തത്? തീർച്ചയായിട്ടും താത്ത അത് തെളിയിക്കുക തന്നെ വേണം. താത്തക്ക് പേഴ്സണൽ നമ്പർ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ദുബായിലൊക്കെ പോയിട്ട് ലൈവ് ഇട്ടിരുന്നല്ലോ. ആ ലൈവൊക്കെ നിങ്ങൾ ഐഡിയ ഒക്കെ ഓർത്ത് വെച്ചുകൊണ്ട് ലൈവ് ഇട്ടതാണോ ചോദിക്കുക. ആരെങ്കിലും മൊബൈൽ ഫോൺ വാങ്ങി ചെയ്യുമ്പോൾ ഓക്കെ, നമുക്ക് നന്നായി വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് താത്താന്റെ തെളിവ് കാണാം. പക്ഷെ അതിനെക്കാട്ടൊക്കെ എത്രയോ മുമ്പ് പേഴ്സണലായിട്ട് അയാൾ എനിക്കൊരു നമ്പർ തന്നു. ഇല്ലെങ്കിൽ അയാൾ തെളിയിക്കട്ടെ. അയാൾ ഉള്ളിടത്തേക്ക് ഞാൻ വരാൻ തയ്യാറാണ്. ഞാൻ ഇതൊന്നും കള്ളത്തരം, എനിക്കിത് കള്ളത്തരം പറഞ്ഞിട്ട് ഒന്നും കിട്ടേണ്ട ആവശ്യം എനിക്കില്ല. ഇത് ഇയാൾ എനിക്ക് ചാറ്റ് ചെയ്ത് സംസാരിച്ചതാണ് ഇതെല്ലാം. ഇയാളുടെ നമ്പറാണ് ഇത്. നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം. ഞാൻ എന്നോട് സംസാരിച്ചിട്ട് ഫസ്റ്റ് ഇതാ ഇയാൾ എനിക്ക് വിളിച്ചിട്ട് ഫസ്റ്റിലെ കോഡ് ഇയാളിതാ. ഈ കോഡ് ഇതാ, ഈ മെസ്സേജുകൾ ഇതാ. ഈ മെസ്സേജ് മൊത്തം അയാൾ അയച്ചതാണ്. ജനുവരി 31-ാം തീയതിയാണ് ഈ കോളുകൾ മൊത്തം എനിക്ക് വന്നിട്ടുള്ളത്. വായങ്ങോട്ട് തുറന്നാൽ ഇയാൾ പറയുന്നത് ഫുള്ളും കളവാണ്. കേട്ടില്ലേ? ജനുവരി 31-ാം തീയതി അയാള് മെസ്സേജ് അയച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അവസാനത്തെ മെസ്സേജാണ് തോന്നുന്നത്, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോ ഒരു പരിചയമില്ല, നിങ്ങളത് വിശ്വസിക്കണം. ഒരു പരിചയവുമില്ല. ഇനി അടുത്തത്. നിങ്ങൾ എനിക്കെതിരെ ഒരു പോലീസ് സ്റ്റേഷനിലോ അതിലെ മറ്റു സ്ഥലത്തോ കംപ്ലൈന്റുകൾ ചെയ്യുമ്പോൾ തെളിവുകൾ ഹാജരാക്കണം. തീർച്ചയായിട്ടും നമുക്കെതിരെ ആരെങ്കിലും ഒരു അലിഗേഷൻ അല്ലെങ്കിൽ ഒരു കേസ് കംപ്ലൈന്റ് ചെയ്യുമ്പോൾ തെളിവുകൾ ഹാജരാക്കണം. ഇപ്പൊ കുറച്ച് തെളിവുകൾ നിങ്ങൾ കണ്ടല്ലോ. തെളിവുകൾ കാണാൻ കിടക്കുന്നുള്ളൂ, കേൾക്കാം. എവിടെ വരാൻ തയ്യാറാണ്. ഇന്റെ കൂടെ ഞാൻ ഒറ്റക്കൊന്നുമല്ല. ഇന്റെ ഈ വീഡിയോ പുറത്ത് വന്നതിന് ശേഷം ഇന്റെ അടുത്തേക്ക് 4 സ്ത്രീകൾ വന്നിട്ടുണ്ട്. ആ 4 സ്ത്രീകളും തെളിവടക്കാൻ വന്നിട്ടുള്ളത്. അവരെ കയ്യിലും എനിക്ക് അയച്ച വോയിസുകളൊക്കെ എന്റെ ഫോണിൽ ഇന്ന് റെക്കോർഡിക്കല. അത് ഞാൻ കാണിക്കൊണ്ടടുത്ത് കാണിക്കും, കൊടുക്കൊണ്ടടുത്ത് കൊടുക്കും. ഞാൻ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടല്ലോ ഇയാളുടെ പേരിൽ. അപ്പം ഞാൻ തെളിയിക്കും. അയാൾക്ക് അത്ര നട്ടലുള്ള ഒരാണാണെങ്കിൽ, അല്ലെങ്കിൽ തങ്ങളെന്ന് ഞാൻ പറയില്ല, തങ്ങളല്ല, അയാൾ ആറ്റാണെങ്കിൽ അല്ല ആമിതാണെങ്കിൽ അയാളെ ഞാൻ വെല്ലുവിളിക്കണ്. അയാൾ ഉള്ളിടത്തേക്ക് ഞാൻ വരാം. അയാൾ ഇന്നെ തെരഞ്ഞിങ്ങോട്ട് വരണ്ട. ഈ സ്ത്രീകളും എന്റെ കൂടെ ഉണ്ടാവും. തെളിവടക്കം ഞാൻ തരാം. അവിടെ അതായത് തെളിവടക്കം ഞാൻ തരാം. 4 സ്ത്രീകൾ വന്നിട്ടുണ്ട്. നിങ്ങൾ കേട്ട് തർജ്ജമ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലിപ്പിലേക്ക് തന്നെ കടക്കാം. ഞങ്ങൾ തങ്ങന്മാരല്ല എന്നാണ് യൂട്യൂബർമാര് പറയണത്.
ഞാനും അദ്ദേഹം തങ്ങളല്ല എന്ന് യൂട്യൂബർമാർ പറയുന്നു എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ഐ ഡിയിൽ എന്താ പേരെന്നൊന്ന് താത്ത കാണിക്കുന്നുണ്ട്. അത് കണ്ടതിന് ശേഷം ഒരു കാര്യം പറയാനുണ്ട്. അയാളെ ഐഡന്റി കാർഡ് ആധാർ കാണണം നിങ്ങൾക്ക്. നമ്മൾ ശരിക്കും നമ്മളെ പേര് കറക്റ്റ് നമ്മൾ ആധാറിലെങ്കിലും കാണും. ഇയാൾ ആധാറിൽ എന്തുകൊണ്ട് വെറും ഹാമിദായി? എന്തുകൊണ്ട് അയാൾ തങ്ങൾ എന്നുള്ള ഹാമിദ് ആറ്റക്കോയ തങ്ങൾ എന്ത് ആധാർ ഇടാൻ ഇയാൾക്കും മടി? അപ്പൊ ഇയാളെ ഫുള്ള് ഡീറ്റെയിൽസുകൾ ഇന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ടോടത്ത് ഞാൻ പറയിപ്പിക്കും. 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇയാൾക്കുള്ള പണി തന്നിട്ടേ നിർക്കുള്ളൂ. കാരണം ഇന്നെ കൊണ്ട് അയാൾ അറിയില്ല എന്ന് പറഞ്ഞത് അല്ലേ. മണിക്കൂർ കണക്കിന് സംസാരിച്ച കോളുകൾ ഇതാ കോൾ ലിസ്റ്റ് ഞാൻ കാണിച്ചു തരാലോ. ഞാൻ മണിക്കൂറുകളോളം സംസാരിച്ച കോൾ ലിസ്റ്റ് ഉണ്ട് എന്നാ പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. എൻ്റെ പേര് സന്ദീപ് MP എന്നുള്ളതാണ്. എൻ്റെ വീട്ടും പേര് മൂലയിൽ പടി എന്നുള്ളതാണ്. അപ്പോൾ സന്ദീപ് MP എന്നുള്ളതാണ് എൻ്റെ ആധാർ കാർഡിലെ എൻ്റെ പേര് കാണിക്കുക. എൻ്റെ SSLC ബുക്കിലും അത് തന്നെയാണ് പേര്, വോട്ടർ ID-യിലും അത് തന്നെയാണ് പേര്, എല്ലാ ഇടങ്ങളിലും അത് തന്നെയാണ് പേര്. അങ്ങനെ തന്നെയായിരിക്കണം ഗവൺമെന്റ് പേപ്പറുകൾ. ഈ ഒരു പേപ്പേഴ്സ് വെച്ചുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ പാസ്പോർട്ടിനൊക്കെ അപ്ലൈ ചെയ്യുക. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയായിരിക്കണം. വെറും ഹമീദ് എന്ന പേരാണ് ഇദ്ദേഹത്തിന് ആധാർ കാർഡിൽ ഉള്ളത് എന്നാണ് താത്ത അവകാശപ്പെടുന്നത്. അത് അയാളുടെ തന്നെ ആകാം. എന്തായാലും അറിയാത്തൊരു സാധനം താത്ത എന്തായാലും തെളിവായിട്ട് കൊണ്ടുവരില്ലല്ലോ. അപ്പോൾ ഹമീദ് എന്നുള്ള ആ ഒരു പേര് ഇനി വേണമെങ്കിൽ ആൾക്ക് ഇപ്പൊ തന്നെ പോയി അക്ഷയയിൽ ഇത് തിരുത്താൻ കൊടുക്കാൻ കേട്ടോ. തിരുത്തിയതിനു ശേഷം അടുത്തത് ഇറക്കാം, എന്നിട്ട് പറയും ഇതായിരുന്നു ഒറിജിനലെന്ന്. പക്ഷെ അതും പൊളിക്കാൻ പറ്റും. അത് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ UDAI അല്ലേ, അതിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും മാറ്റം വരുത്തിയതാണോ എന്ന് കണ്ടെത്താൻ കഴിയും. അതെന്തോ ആവട്ടെ. അപ്പോൾ ഇതാണ് അവസ്ഥ. എന്താണോ നമ്മുടെ ഒറിജിനൽ ഐഡന്റിറ്റി അതായിരിക്കും നമ്മുടെ ഐഡന്റിറ്റി കാർഡിൽ വരേണ്ടത്. അത് തന്നെയായിരിക്കും വരിക. ഇവിടെ എന്താണ് എൻ്റെ ഹമീദ് കാക്ക നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, അടുത്തത് എന്തോ ഒരു ന്യായീകരണം ഉണ്ട്. വായ ഒന്ന് തുറക്കണം. ഇയാൾ ഭക്ഷണം കഴിക്കണം കാണാം. പിന്നെ ഖുർആൻ തെറ്റിച്ച് വലിയ ട്രോളന്മാരാണ്. ഖുർആൻ ഓതാൻ അറിയാത്ത അയാൾക്ക് എന്താണ്? ഖുർആൻ ഓതാൻ കഴിയില്ല എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ തുറന്നു പറയുന്നത്. അദ്ദേഹത്തിന്റെ നാക്കിൽ നിന്ന് തന്നെ അത് കേൾക്കാം. ഞാനത് എന്നാണ് പഠിച്ചത് എന്നും കേട്ടോണ്ടിരിക്കുക. ഞാൻ ശരിക്കും ഖുർആൻ ഓതാൻ പഠിച്ചതേ ലൈവിൽ വന്നിട്ടാ. ഒരു ഫാത്തിഹ ഞാൻ ഓതുമ്പോ എന്നോട് തങ്ങൾ അവിടെ തെറ്റുണ്ട്, ഞങ്ങളുടെ മാറ്റും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? അൽഹംദുലില്ലാ എല്ലാതും കറക്റ്റ് ഓതും. എനിക്ക് ആദ്യം തന്നെ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഖുർആൻ നമുക്ക് തെറ്റിച്ച് പാരായണം ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ അത് മദ്രസയിൽ അത് പഠിക്കുന്ന കാലത്തായിരിക്കണം. അത് പഠിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് നമ്മളൊരു പൊതുവേദിയിലോ യൂട്യൂബിലോ എവിടെയെങ്കിലും ഇരുന്നത് പാരായണം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ തെറ്റുകുറ്റങ്ങൾ പാടില്ല. കൃത്യമായിട്ട് ഇത് ഞാനൊരു ഉസ്താദിനോട് ചോദിച്ചപ്പോൾ ആ ഉസ്താദ് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, സന്ദീപേ, നമ്മൾ ഖുർആൻ പഠിച്ചു കഴിഞ്ഞു, മദ്രസകളിൽ നിന്ന് പഠിക്കുന്നു, ആദ്യാക്ഷരങ്ങൾ ഏതൊരു മനുഷ്യനും തെറ്റും. അത് തെറ്റ് മദ്രസകളിൽ നിന്ന് തന്നെ തിരുത്തപ്പെടും. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പാരായണം ചെയ്യുമ്പോൾ വേണ്ടപ്പെട്ട ആളുകൾ തിരുത്തി കൊടുക്കും. അങ്ങനെ തിരുത്തി കൊടുത്ത് ഏറ്റവും നല്ലതായ രീതിയിൽ അത് പാരായണം ചെയ്യാൻ കഴിവുള്ള ഒരാൾക്ക് മാത്രമേ അത് പൊതുവേദികളിൽ ആളുകളെ മുന്നിൽ വെച്ചിട്ട് അത് പാരായണം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. തങ്ങൾ കുടുംബത്തിൽ ജനിച്ച തങ്ങളാണ് ഞാനെന്ന് അവകാശപ്പെടുന്ന ഈ ഒരു വ്യക്തി പറയാ 2 വർഷം, അതായത് 2 വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 47 വയസ്സ്, 45-ാം വയസ്സിലാണ് ആള് ഖുർആൻ ഓതാൻ പഠിച്ചത്. എന്ത് തങ്ങളാ അത്? 45-ാം വയസ്സിൽ അയാൾ ഇത് ഓതാൻ പഠിച്ചു എന്ന്. അത് എവിടുന്നാ പഠിച്ചത്? ലൈവിൽ നിന്ന് ആളുകൾ സഹോദരന്മാര് തിരുത്തുമ്പോ എന്നുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇയാൾ ഈ മതത്തെ അവഹേളിക്കാനാണ് നടക്കുന്നത്, സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, നമുക്ക് ഏറ്റവും അവസാനം ഇയാൾക്കുള്ള തെളിവുകളൊക്കെ കൊടുത്ത് ലാസ്റ്റ് സംസാരിക്കാതെ നല്ലത്. നെക്സ്റ്റ് എന്താ വെച്ചാൽ കേൾക്കട്ടെ. വിളിച്ചിട്ട് ഞാൻ അയാൾ പറഞ്ഞത് അയാളെ ഫോണിട്ട് വരട്ടെ. അയാളും എന്തൊക്കെയാണോ തെളിവുകളുള്ളത്, അല്ലെങ്കിൽ അയാളെ സത്യം ഉണ്ടെങ്കിൽ അയാൾ തെളിയിക്കട്ടെ, നമുക്ക് അയാളെ ഒഴിവാക്കി വിടാലോ. ഇതൊന്നും മാറ്റക്കോയല്ലാതെ ഞമ്മക്കേ രണ്ട് സ്വയം തീരുമാനിക്കുക. കാരണം വെച്ചാൽ ഇതിന്റെ അടുത്ത് ഒറിജിനൽ തെളിവാണത്. ഇനി ഇഷ്ടം പോലെ തെളിവുണ്ട്. നിങ്ങൾക്ക് മീഡിയക്കാർക്ക് കാണിച്ചു തരാൻ പറ്റാത്ത തെളിവുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഞാൻ കാണിക്കും. അതിനൊരു സമയമുണ്ട്. ഞാൻ ഇപ്പോഴും പറഞ്ഞ ആറ്റക്കോയ വരട്ടെ, തെളിവ് ഞാൻ കാണിക്കാൻ തയ്യാറാണ്. ഓക്കെ, ആറ്റക്കോയ തങ്ങൾക്ക് എതിരെ തെളിവുകൾ കയ്യിലുണ്ട്. കേസ് കൊടുക്കാൻ ഇപ്പൊ തങ്ങൾ പോവാന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഹമീദ് പോകുന്നു എന്ന് പറഞ്ഞു. ഈ ഹമീദ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് എളുപ്പമായി. ഈ ഡാറ്റ മുഴുവൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങൾ എളുപ്പമായി എന്നുള്ളതാണ്. അപ്പൊ ഒരിക്കലും ഒരാളൊരു നുണയായിട്ട് ഇങ്ങനെ എത്ര ദൃഢമായിട്ട് സംസാരിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരാണ് ഈ ഒരു ഇതിൽ പോയി വീണ് കിടക്കുന്നത്. 400-ൽ പരം അഡ്മിൻസ് ചേർന്നുകൊണ്ട് ആളുകളെ ഇതിലേക്ക് അടുപ്പിക്കുന്ന സ്ത്രീകൾക്കാണ് കൂടുതൽ കാര്യങ്ങൾ കൊടുക്കുന്നത്. പിന്നെ ബാധ ഒഴിപ്പിക്കുന്ന ഒരു സാധനം മാത്രം നടക്കുന്നത് അവിടെ ചികിത്സ എന്ന് പറയുന്ന കാര്യങ്ങൾ ഇത് മാത്രമാണ്. യഥാർത്ഥത്തിൽ പറയുന്നതിന് 6600 രൂപ അദ്ദേഹം വാങ്ങുന്നുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഒരു മജ്ലിസ് കെട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ആ രീതിയിലായിരിക്കണം അത് പിരിക്കേണ്ടത്. പാവപ്പെട്ട ആളുകളുടെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ടാവരുത് എന്നുള്ളതാണ് എൻ്റെ ഹമീദ് കാക്ക.
പഠിച്ചോൻക്കറിയാം. പിന്നെ റംസാൻ മാസത്തിൽ എന്തിനാ ഇതിന് ഇരിക്കണമെന്ന് വെച്ചാൽ ഇതൊരു മാസം പുണ്യമാസം മാസമല്ല. ഇങ്ങനത്തെ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ ഇങ്ങനത്തെ ഇബിലീസിൻ്റെ അടുത്ത് പുറത്ത് കിടലും അതൊരു പുണ്യമാണ്. അത് പുണ്യമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഇങ്ങനത്തെ ഒരു ഇബിലീസിൻ്റെ അടുത്ത് പുറത്തുണ്ട്. അയാൾ ഒറിജിനൽ തങ്ങളാണ്. ഇപ്പം എല്ലാവരും പറഞ്ഞോട് കുരുത്തക്കേട് ഇട്ടുന്നു. അയാളെ കുരുത്തക്കേട് തട്ടിയിട്ട് ഒരു രക്തസാക്ഷി ഉണ്ടായിക്കോട്ടെ, ഞാൻ മരിച്ചോട്ടെ, എനിക്ക് പ്രശ്നമല്ല. പക്ഷെ മറ്റുള്ള പെണ്ണുങ്ങൾ വരണമെങ്കിൽ നോമ്പ് കഴിഞ്ഞിട്ട് അവർ എൻ്റെ അടുത്തേക്ക് വരും, തെളിവേറ്റ് വരും. നാട്ടുകാർ സ്റ്റേഷനിൽ പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ അതൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടോ? റമദാൻ മാസത്തിൽ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഒരു ഇബ്ലീസിനെ പുറത്താക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മാസം അത് റമദാൻ മാസമാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. എനിക്കും അത് അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നിയത്. ഇതൊരു പുണ്യ റമദാൻ മാസമാണ്. ആ പുണ്യ മാസത്തിൽ തന്നെ നമ്മളെ പറ്റിച്ച് ജീവിക്കുന്ന ആളുകളെ ചൂണ്ടിക്കാണിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? അത് അവർക്ക് അതിൻ്റെതായ കൂലി കിട്ടും, പിന്നെ പ്രാക്ക് കിട്ടും, ശാപം കിട്ടും. ഇദ്ദേഹം ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരിക്കലും ഒരാൾ നശിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ഖുറാനിൽ കൃത്യമായിട്ട് പറയുന്നില്ലേ? ആ ഇസ്ലാം മതത്തിൽ അത് പഠിപ്പിക്കുന്നില്ലേ? എന്നിട്ട് ആള് പറയും എനിക്കെതിരെ ശബ്ദം വരുന്ന ആളുകളൊക്കെ നശിച്ച് നാരായണക്കല്ലെടുക്കട്ടെ എന്ന്. കൊള്ള. ഓക്കെ, നെക്സ്റ്റ് എന്തൊരു സാധനമായിട്ട് ആള് വന്നിട്ടുണ്ട്, ഒന്ന് കേൾക്കാം. എന്റെ വീടിന്റെ ഉള്ളില് എല്ലാ സ്ഥലത്തും ക്യാമറ, ഇതിന്റെ പുറത്ത് ക്യാമറകളാണ്. അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ ഒന്നും ചാൻസും ഇല്ല. അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ക്യാമറ വെക്കേണ്ട കാര്യവും ആവശ്യം. പിന്നെ അത് മാത്രമല്ല, അതായത് വീട് നിറച്ച് ക്യാമറ ഉള്ളത് കൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്യില്ല എന്നുള്ളതാണ് ഹമീദ് കാക്ക പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇത്താത്ത ഒരു കാര്യം പറയുന്നുണ്ട്, അതൊന്ന് കേട്ടോക്കാം. സ്ത്രീനോട് നിസ്കാരക്കുപ്പായിട്ടിട്ട് അപ്പൊ കാരണം ഇവളെ മേത്ത് മരിച്ചു പോയതിന്റെ ആത്മാവ് എടുക്കുന്നോണ്ട് ഇവൾ കിടന്ന് ചികിത്സിക്കണം. കിടന്ന് ചികിത്സിച്ചാലേ പിന്നെ ഈ ആമിദിന്റെ അസുഖം മാറുള്ളൂ. ആമിദിന്റെ അസുഖം മാറണമെങ്കിൽ ഈ സ്ത്രീനെ കെടുത്താലും ഭർത്താവ് ഇല്ലാത്ത നിങ്ങൾ ഈ ഭർത്താവ് ഇല്ലാച്ചിട്ട് എന്തിനാ ടെൻഷൻ അടിക്കേണ്ടത്? ഞാനില്ല ഇവിടെ, നിങ്ങൾ ഇടക്കിടക്ക് വരണം എന്നിട്ട് അവൾക്കും കൊടുത്തു പേഴ്സണൽ നമ്പർ. കേട്ടില്ലേ? ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എന്താവും പറയാൻ പറ്റില്ല, അതൊന്നും പറയുന്നില്ല. അടുത്തത് കാക്ക ഹമീദ് കാക്ക പറയുന്ന വാക്കുണ്ട്. ഞാൻ ഒരിക്കലും എന്തില്ല, ഞാൻ ചില്ലറ പൈസകൾ വാങ്ങാറുണ്ട്, നുണ പറയാൻ പാടില്ല. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാല് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യത്തിന്, ഇവിടെ വലിയ പൂജകളൊന്നും ഇല്ല കേട്ടോ, പൂജയും കാര്യങ്ങളൊന്നും ഇതില്ല ഇവിടെ ഇല്ല. ചെറിയ ചെറിയ കാര്യത്തിൽ ചെറിയ ചെറിയ പൈസകൾ നമ്മൾ എന്തുണ്ട് ആളുകളോട് ചോദിക്കും. ഈ ചെറിയ ചെറിയ പൈസ എന്താണെന്ന് കേൾക്കണ്ടേ? ഒരു താത്താന്റെ വോയിസ് ഉണ്ട്, അത് താത്ത പറയുന്നുണ്ട് അവർക്ക് നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ. ആ ചെറിയ പൈസ പാവപ്പെട്ടവന്റെ ചെറിയ പൈസയാണ്, കേൾക്കാം. ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ആദ്യം പോയത് കോട്ടക്കലാണ്. അപ്പൊ പിന്നെ മേലെ കൊടക്കാട് വരണം, അവിടെ പോയിട്ട് അവിടെ നിന്ന് മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ചികിത്സാവശാർത്ഥം അവിടെ പോയി. അപ്പോ അവര് പറഞ്ഞ് 2,800 കൊണ്ടുവരണം, അത് മാറ്റണമെങ്കിൽ. അവിടുന്ന് അവര് നിസ്കാരക്കുപ്പായിട്ടിട്ട് കിടക്കാൻ വേണ്ടിട്ട് പറഞ്ഞ്. പിന്നെ അവിടുന്ന് നമ്പർ ചോദിച്ച ഒരു ഉസ്താദ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളി എന്ന് പറഞ്ഞിട്ട്, ഞാനിതുവരെ അതിൽ വിളിച്ചിട്ടൊന്നുമില്ല. പിന്നെ 1,650 എല്ലാവർക്കും പൈസ വരുന്നത്. എന്നോട് 2,800 പറഞ്ഞ്. പിന്നെ അവിടെ ചെന്നതിന്റെ ശേഷം 2,800 കൂടാതെ 500 രൂപ ഓതിയ ആൾക്ക്, ഇങ്ങനെ നമ്മളെ ചികിത്സക്ക് വേണ്ടി ഓതിയ ആൾക്ക് വേറെ വേണമെന്ന് പറഞ്ഞു. കേട്ടില്ലേ? ഇതാണ് വളരെ തുച്ഛമായിട്ടുള്ള പൈസ. 200 രൂപയുടെ അകത്താണെങ്കിൽ പോലും നമ്മൾ വിചാരിക്കും വേണ്ട, ഒരു 500 ഉള്ളിലാണെങ്കിൽ പോലും നമ്മൾ വിചാരിക്കും ഓക്കെ അതൊക്കെ സാധാരണക്കാരന് എത്താൻ പറ്റുന്ന പൈസയാണ്, അതൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷെ 1,600 പറയുന്നു, അവിടെ എത്തുമ്പോൾ 2,000 ആവുന്നു, പിന്നെ 500 എക്സ്ട്രാ വാങ്ങുന്നു. അതിനെല്ലാം കൂടെ 10,000 എടുത്ത് ഒരു സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് പോലും വാങ്ങുന്നു. ഇതാണ് തുച്ഛമായ പണം. കൊള്ള ഹമീദ് കാക്ക, കൊള്ളാം. ആ കൊടിമരം 4 വർഷമായി ഇവിടെ വീട് താമസിച്ച് അന്ന് മുതൽ വെച്ചിട്ടുണ്ട്. വയനാട്ടിൽ ഞാൻ എന്റെ വീട്ടിൽ ആ കൊടിമരം ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ട് വന്നപ്പോ എന്താ കൊടിമരം ഇവിടെ നമ്മൾ സ്ഥാപിച്ചു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ആ കൊടിമരത്തിന്റെ അടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചികിത്സ ദിവസം ഒരു മണിക്കൂർ നമ്മൾ ദ്വാ ചെയ്യും കൊടിമരത്തിന്റെ അടുത്ത് പോയിട്ട്. അങ്ങനെ പിന്നെ ചില പെണ്ണുങ്ങൾ എന്താവും ആ കൊടിമരം കെട്ടിപ്പിടിച്ചു. അതൊരു എനിക്കിങ്ങനെ തോന്നി, ഇതൊരു ആരാധന വസ്തുവായി മാറുന്നുണ്ടോ എന്നുണ്ടായി എനിക്കൊരു സംശയങ്ങൾ വന്ന കാക്ക. നിങ്ങൾ അതൊരു കാര്യം മനസ്സിലാക്കുക, കൊടിമരത്തിന് എവിടെയാണ് ഇസ്ലാമിൽ സ്ഥാനം ചോദിക്കുകയാണ്. ഇസ്ലാമിൽ കൊടിമരത്തിന് ഒരു സ്ഥാനവും ഇല്ല. പള്ളിക്ക് സ്ഥാനമുണ്ട്, പള്ളിയുടെ മുറ്റത്ത് അങ്ങനെ ഒരു കൊടിമരമോ ആ ഒരു കൊടിമരത്തിന്റെ മുന്നിൽ പണം ഇടേണ്ടതായിട്ടുള്ള ഒരു കാര്യവും ഇസ്ലാം മതത്തിൽ പഠിപ്പിക്കുന്നില്ല, ഇല്ലതാനും. എന്നിട്ട് താങ്കൾ അവിടെ ഒരു കൊടിമരം നാട്ടുകയും ആളുകൾ അത് തെറ്റിദ്ധരിക്കപ്പെടുകയും നിങ്ങൾ അടുത്ത് വരുന്നത് തന്നെയാണ് ആ മതത്തിന് ഏറ്റവും വലിയ അവഹേളനം. അത്രേ പറയാനുള്ളൂ. ഇപ്പൊ ജാറത്തിൽ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്, അതിന് ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല.
അതേപോലെ തന്നെയാണ് ആളുകൾ വന്ന് കൊടിമരം പ്രാർത്ഥിക്കുക, കെട്ടിപ്പിടിക്കുക, അത് കഴിഞ്ഞ് അതിൽ പൈസ ഇടാൻ തുടങ്ങിയെന്നുള്ളത്. നിങ്ങളാണ് അതിന് വഴിയൊരുക്കിയത്. ഒരിക്കലും ഇപ്പൊ ഒരു സ്വലാത്ത് അല്ലെങ്കിൽ ഒരു ദിക്ർ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തങ്ങളുടെ അടുത്ത് പോകേണ്ട കാര്യമില്ല, വീട്ടിലിരുന്ന് ചെയ്യുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, നമുക്കൊരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്, അല്ലെ? അപ്പൊ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു. അവിടെ ഒരു തരത്തിലുള്ള ചികിത്സ ഇല്ല എന്ന് ആള് തന്നെ ഈ വീഡിയോയിൽ അയാൾ സത്യവാങ്മൂലം പറയുന്നുണ്ട്. അത് ആരെങ്കിലും ഒന്ന് കേൾക്കണം കേട്ടോ. കുറെ ഉമ്മച്ചിമാർ അറിയാണ്ട് പോയി പെടുന്നുണ്ട്. നിങ്ങളെ വീട്ടിലിരിക്കുന്ന ആ ഒരു കിതാബ് ഉണ്ടല്ലോ, ഖുറാൻ, അതിനേക്കാൾ വലുതൊന്നുമല്ല ഈ തങ്ങള്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുക. ഒരു ദിവസം ഞാൻ ഇവിടെ ദുആ ചെയ്യാൻ പോകുമ്പോൾ 2 കാക്കകൾ അതിന് തൊട്ട് തന്നെ, റമദാൻ മാസം എന്ന് പറയാൻ പറ്റില്ലല്ലോ, 2 കാക്കകൾ അവിടെ എന്തുണ്ട് അപ്പോൾ ഇങ്ങനെ കരി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിലെന്തോ അപ്പോ സ്ത്രീകൾ ഇവിടെ വന്ന് അത് അശുദ്ധിയുള്ള കലത്തോട് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാൻ വിചാരിച്ചു. ഞാൻ കെട്ടാൻ തീരുമാനിച്ചു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, 2 സ്ത്രീകൾ അവിടെ അറിയാണ്ട വന്നതാണ്, ഇനി എന്താണെന്ന് അറിയില്ല എന്ന് ഈ വീഡിയോയിൽ പറയുന്നു. അതിന് മുന്നേ ചെയ്ത വീഡിയോയിൽ അദ്ദേഹത്തിന് കഴിവ് കിട്ടി എന്നൊക്കെ പറഞ്ഞിരുന്നു. കേൾക്കാം. സ്വലാത്തുൽ ഫാത്തിഹ റബ്ബ് എനിക്ക് തന്നൊരു വരദാന, ഒരു ഞാമത്താണ്. അത് ഔലിയാക്കൾ മുഖേന കിട്ടിയത് തന്നെയാണ്. അപ്പോ ഈ കാക്കകൾ കരയുന്നത് എന്താ നമുക്കറിയില്ല. കുറെ ദിവസം നമുക്ക് മനസ്സിലായില്ല. പിന്നീട് അത് നമുക്ക് ഒരു വഴി നമുക്ക് കിട്ടി. എന്തുകൊണ്ടാണ് കാക്ക കരയുന്നറിയോ? തടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് ഇതുമ തൊടുകയാണ്. കേട്ടില്ലേ? ഇപ്പൊ ലാസ്റ്റ് വന്ന വീഡിയോയിൽ പറഞ്ഞത് സംശയമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ മുന്നേ വന്ന വീഡിയോയിൽ പറഞ്ഞതാണ് ഒരു സംശയവുമില്ല, അതാണ് എന്നുള്ളത്. അവർക്ക് കഴിവ് കിട്ടി എന്ന് പറഞ്ഞത്. സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൽ നിന്നുള്ള കഴിവ് അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളത് ഇനി നിങ്ങൾ തന്നെ തെളിയിക്കേണ്ടി വരും, നിങ്ങൾ ആരാണ് എന്താണെന്നുള്ളത്. അടുത്തത് എന്താ വെച്ചാൽ കേൾക്കാം. അങ്ങനെ കാണാൻ കഴിയാത്ത ആളുകളിൽ ഒരാളിട്ടേക്ക് പൈസ, ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാം? പക്ഷെ ഓക്കെ, ആരൊരാൾ അതിൽ പൈസ ഇട്ടു, പിന്നെ ബാക്കിയുള്ള എല്ലാവരും അതിൽ ഇട്ടു എന്നുള്ളതാണ് ആള് പറയുന്നത്. ഇതിനെ കുറിച്ചിട്ടൊരു ബോധവൽക്കരണം അൻസാരി എന്നൊരു ഉസ്താദ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യമായി പറയുന്നുണ്ടെങ്കിൽ ഈ തങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ആള് ഒരു ശിശുവാണ്, ഒരു കുഞ്ഞാണ്. അയാൾ കാര്യങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ, അത് അത്രേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് വിളിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട അവസ്ഥ വരികയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല ഉസ്താദേ, തങ്ങളെ ഏതുള്ള സാധനം. അതിന് ഇയാൾ പറഞ്ഞ വാക്ക് നിങ്ങൾ കേൾക്കണം, കേട്ടോക്കെ. അപ്പൊ ഞാൻ ചോദിച്ചാൽ ഇടാൻ പാടില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ഉള്ളാളത്തെ കിണറിൽ പൈസ ഇടുന്നുണ്ട്, ഉള്ളാളത്തൊരു കിണറുണ്ട്, അതിൽ ഇഷ്ടംപോലെ പൈസ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ കുറെ ദീർഘയിലുണ്ട്. അമ്പങ്കുന്ന് വീരനോലെ പാപ്പാന്റെ മഖബറേക്കാണ് പൈസ ഇടുന്നത്. പിന്നെന്താ ഇതിലിട്ടാല്? അദ്ദേഹം മനഃപൂർവ്വം തന്നെയാണ് അങ്ങനെ ഒരു കൊടിമരം അവിടെ നാട്ടിയതും അങ്ങനെ പൈസ അതിൽ വീഴണമെന്ന് ആഗ്രഹിച്ചതും. 2 ആള് പറഞ്ഞ വാക്ക് തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവും. പക്ഷെ ഈ ലൈവ് കൊണ്ട് എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ട് പഠിക്കാൻ. ഞാൻ ഓതുമ്പോ എന്റെ കൂടെ പറപ്പിങ്ങൾ എന്നെ വിളിച്ചു പറയും, തങ്ങൾ ഓതിയൊരു തെറ്റുണ്ട്. അപ്പൊ ഞാൻ അത് തിരുത്തും. ഓതുന്നതിൽ തെറ്റുണ്ട്, ഞാനത് തിരുത്തും. നിങ്ങൾ അതൊരു സോഷ്യൽ മീഡിയയിലാണ് ഇത്തരം ഓത്തുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ ആളുകൾ കാണുന്നുണ്ട്, എത്രയോ ആളുകൾ നിങ്ങളുടെ മതത്തെ അവഹേളിക്കാനും പരിഹസിക്കാനും നിങ്ങളൊരു കാരണമാകുന്നുണ്ട് എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടെങ്കിലും പ്രവർത്തിക്കുക. കൂടുതലായിട്ട് പറയണമെന്നില്ല. ഞാൻ അവരോടൊക്കെ പറയാം, വല്ലാതെ അന്ധമായിട്ട് ഇതൊന്നും വിശ്വസിക്കരുത്. ആവശ്യത്തിന് മാത്രം എന്ത് ചെയ്യാം. ഒരു സ്ഥലത്ത് പോകും, മാറില്ല വേറെ സ്ഥലം, അങ്ങനെ കിട്ടുന്ന സമയം ഇന്ത്യത്തേക്കും വരണ്ട ഞാൻ പറയണ്ടേ, ഇന്ത്യത്തേക്കും വരണ്ട, എന്റെ അടുത്തേക്ക് വരണ്ട എന്ന് ഞാൻ പറയുന്നുണ്ട്. ദയവ് ചെയ്തത് കാണുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇനി അദ്ദേഹത്തിന്റെ വാക്കിന് നിങ്ങൾക്ക് വില കൽപ്പിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് വെറുതെ പൈസ വാരിക്കോരി ഇട്ട് കൊടുക്കല്ലേ. ഇദ്ദേഹം തങ്ങളാണ് എന്ന് തെളിയിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ അദ്ദേഹത്തിന് തന്നെ വന്നു. കാരണം ആ ഒരു സ്ത്രീയെ വെറുതെ അനാവശ്യമായിട്ട് ചൊറിഞ്ഞതാ. അവർ കൃത്യമായിട്ട് ഓരോ ഡാറ്റകൾ പുറത്തേക്ക് ഇട്ടിട്ട് പറയുന്നു ഇദ്ദേഹം ഇതാണ് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ എല്ലാ വാക്കുകളും ഇവിടെ പൊളിച്ചടക്കപ്പെട്ടിട്ടുണ്ട്. ഒരു മതത്തെ അവഹേളിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കാൻ കഴിയുന്ന ഒരുപാട് ആളുകളുടെ കമന്റുകൾ, ഒരുപാട് ആളുകളുടെ മെസ്സേജുകൾ, അതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ രണ്ടാമതൊരു വീഡിയോ ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ നിർത്താൻ നിൽക്കുമ്പോഴാണ് ആ ഉമ്മച്ചിയുടെ വേറൊരു വീഡിയോ വരുന്നത്, അതോ വിത്ത് എവിഡൻസ്. തീർച്ചയായിട്ടും കഴിഞ്ഞ വീഡിയോ ചെയ്തത് കൊണ്ട് തന്നെ രണ്ടാമത്തെ അടുത്തൊരു വീഡിയോ എനിക്ക് റിയാക്ട് ചെയ്ത് നോക്കൂ. അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. അതിൽ നിന്നെങ്കിലും നിങ്ങൾക്ക് കൃത്യമായ ക്ലാരിഫിക്കേഷൻ കിട്ടി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എൻ്റെ പൊന്നുമ്മ, എൻ്റെ പൊന്നുമ്മച്ചിമാരെ, എൻ്റെ പൊന്നു പെങ്ങന്മാരെ, സഹോദരിമാരെ, എന്തുകൊണ്ടാണ് ഈ സ്ത്രീജനങ്ങളെ മാത്രം ഇങ്ങനെ വിളിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് അയാളെ വളർത്തി വലുതാക്കി ഈ രീതിയിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. പാണക്കാട്ട് കുടുംബത്തെക്കുറിച്ച് അറിയാമല്ലോ. കേരളത്തിൽ തങ്ങൾ കുടുംബം എന്ന് പറയുമ്പോൾ പാണക്കാട് തങ്ങൾ കുടുംബത്തെയാണ് കൂടുതൽ ആളുകൾക്ക് അറിയുക.
പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പല ആളുകളും ഞങ്ങൾ തങ്ങന്മാരാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട്. പല ആളുകളും ഇത് തങ്ങന്മാര് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മുഹമ്മദ് നബിയുടെ ഒരു പിന്മുറക്കാരാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് റെസ്പെക്ട് കൊടുക്കണം എന്നുള്ള ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നിങ്ങൾ എല്ലാവരും പോയിട്ട് അവിടെ ചെല്ലുന്നത് അല്ലെ. തീർച്ചയായിട്ടും ആ മതത്തെ വളർത്താൻ വേണ്ടിയിട്ടും ആ മതത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പിറവിയെടുത്തിട്ടുള്ളത്. അദ്ദേഹം ഇതിന്റെ ഒരു ഇടനിലക്കാരൻ, അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരാള്, അദ്ദേഹത്തിന്റെ പിന്മുറക്കാർ എന്ന് പറയുമ്പോൾ ഒരിക്കലും നബിയുടെ അടുത്തേക്ക് വെക്കാൻ പോലും കഴിയില്ല. എന്നാൽ പോലും നമ്മൾ റെസ്പെക്ട് കൊടുക്കുക തന്നെ വേണം, അതിന് യാതൊരു തർക്കവുമില്ല. പക്ഷെ അത് വിറ്റ് കാശാക്കുന്ന ആളുകളെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ മുഹമ്മദ് നബി എന്ന് പറയുന്ന ആള് കോടീശ്വരനായിട്ട് മരിച്ചൊരു മനുഷ്യനാണോ? അല്ലല്ലോ. പക്ഷെ ഇപ്പോഴുള്ള ആളുകൾ എന്താ, തങ്ങന്മാരെന്ന് പറയുന്ന ആളുകൾ ജീവിക്കുന്ന രീതി നിങ്ങൾ കണ്ടിട്ടില്ലേ? കോടികൾ സമ്പാദിച്ച് അതിൽ നിന്നും കുറച്ച് കൊടുത്ത് ദാനം കൊടുത്തുകൊണ്ട് അവർ പുണ്യാളന്മാരാവുകയാണ്. യഥാർത്ഥത്തിൽ ആ മതത്തിൽ വിശ്വസിച്ച് പോകുന്ന ആളുകൾ ആ രീതിയിലല്ല ജീവിക്കുക. നിങ്ങളൊന്നും നിങ്ങളുടെ ചുറ്റിലൊന്ന് നോക്കിയാൽ മനസ്സിലാവും. ഒരുപാട് ദാനം ചെയ്യുന്നതും ഒരുപാട് സഹായിക്കുന്നതുമായിട്ടുള്ള തങ്ങൾ കുടുംബത്തിൽ അല്ലാത്ത നല്ല അടിപൊളി മുസൽമാന്മാരുണ്ട്. ആ മുസൽമാന്മാരെ കുറിച്ചിട്ട് നമ്മൾ ആരും നോക്കാറുമില്ല, ചിന്തിക്കാറുമില്ല. ഒരാളെ സഹായിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ അത്ര അധികം പണം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം ചെലവഴിക്കുക. അത് ഏത് മതത്തിലുള്ള ആളാണെങ്കിലും അത് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അത് ഒരു ബിസിനസ് ആയിട്ട് കാണുകയും ആളുകളെ പറ്റിക്കുകയും ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും പാടില്ല. ഇപ്പൊ ഈ തങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്ന സ്ത്രീകളോട് അവരുടെ വീട്ടുകാർ പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു തമാശയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പറയുന്ന തങ്ങളൊന്നുമല്ല ഈ മതത്തിന്റെ വക്താക്കൾ എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ മതമാണ് പഠിപ്പിക്കുന്നത്? അല്ലതാനും, തങ്ങളാണ്, ചികിത്സയാണ് എന്നാ പറയുന്നത്. അങ്ങനെ ഒരാൾക്ക് ചികിത്സിക്കാൻ ഇവിടെ ലൈസൻസ് ഇല്ലാതെ എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അയാൾ തന്നെ പറയുന്നു ആരും ഇങ്ങോട്ട് വരണ്ട, ഞാൻ ബാധ ഒഴിപ്പിക്കൽ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ളത്. ഇതന്നെ വലിയ കോമഡിയാ. എന്ത് ബാധയാണ് ഇയാൾ ഒഴിപ്പിക്കുന്നതെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഓക്കെ, എന്തായാലും ഇനിയും തെളിവുകളൊക്കെ ആയിട്ട് ആളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, അത്രേ പറയുന്നുള്ളൂ. പരമാവധി ഷെയർ ചെയ്യുക, ചാനൽ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതൊരു സന്ദീപ് സൈനിങ് ഓഫ്.